മമ്മൂട്ടിയെ പറ്റി എന്തു പറഞ്ഞാലും ക്ലീഷയാകുന്ന കാലമാണ്. നിരന്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ ഞെട്ടിപ്പിക്കലുകളുടെ പരകോടി കാഴ്ചയാകുമോ പ്രമേയുക? 10 തല രാവണൻ, അതെ, അതിൽ 9 തല അർജുൻ, അതെ, ഒറ്റതല മമ്മൂക്ക. മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്ത് വെച്ചിരിക്കുന്ന റോള് അത് എന്താ അതിന് പറയാ. ഇയാള് ദിവസം ചെല്ലുന്തോറും ഓരോ സിനിമയിലും നമ്മളെണ്ടല്ലോ ഇങ്ങനെ ത്രസിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ മേക്ക് ഓവർ കാണണമെന്നുണ്ടെങ്കിൽ അറിയാല്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയാ ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ അത്രയുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പടം നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല. പക്ഷേ മമ്മൂട്ടിയുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം നമുക്ക് ഈ പടം കാണാം. ഇതെന്താണ് ഈ മമ്മൂക്ക എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഹീസ് ലൈക്ക് അൺസ്റ്റോപ്പബിൾ. മമ്മൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വിധേയനിലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. അടിപൊളി കിട്ടില്ല പെർഫോമൻസ്. ആരും ഇത് വേറെ എന്തോ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനമൊക്കെ ആയിട്ടാണ്. Oh man, this is going to be a ride. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tani. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.